സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവരുടെ കുടുംബത്തെപ്പറ്റി ഒരക്ഷരം പറയാൻ ആ സ്ത്രീ കൂട്ടാക്കിയില്ല. പകരം എന്റെ നേരെ കുതിച്ചു ചാടി. നമ്മളോട് ഏതെങ്കിലും കാണാമറിയാത്ത ചേരിയിൽ പോയി താമസിക്കാൻ പറഞ്ഞു. അത്രയൊക്കെ സംസാരം കേറിപ്പോയോ? എന്റെയും ഗൗതമിന്റെ അന്തസ്സിനെ കുറിച്ചൊക്കെ അവര് പറഞ്ഞപ്പോ അവരുടെ അന്തസ്സിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. അക്കിന്റെ ജോലിയെക്കുറിച്ച് അറിയില്ല, കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല, വരുമാന മാർഗം എന്താണെന്ന് അറിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ അവരൊന്ന് വിളറി. പിന്നെ പെട്ടെന്ന് എന്റെ നേരെ തട്ടിക്കയറാൻ തുടങ്ങി, അപമാനിച്ചൊന്നും പറഞ്ഞോണ്ട്. ഇതിപ്പോ വലിയ പ്രശ്നമാവും മീര. അവര് ചെന്ന് ദേവൻ സാറിനോട് 1-ന് 10 കൂട്ടി പറയും. സാറും നീയും തമ്മിലുള്ള ബന്ധം ഇതോടെ അവസാനിക്കുന്ന എനിക്ക് തോന്നുന്നു. അല്ലെങ്കിലും ഞാനും അച്ഛനും തമ്മില് ഇപ്പൊ എന്ത് ബന്ധം ഉള്ളത്? ഗൗതം പറഞ്ഞത് നടന്നു കഴിഞ്ഞെന്നാ തോന്നുന്നത്. അവിടുന്ന് അവരുടെ ഉറക്കെയുള്ള സംസാരം കുറെ നേരം കേട്ടു. ഒരു ഭാഗത്ത് വേണ്ടായിരുന്നു തോന്നുന്നുണ്ട്, മറുഭാഗത്ത് നന്നായെന്നും തോന്നുന്നു. എന്തായാലും ഒരു പൊട്ടിത്തെറി ഉടനെ ഉണ്ടാവും. ഉണ്ടാവട്ടെ. എന്റെ അനിയത്തിയുടെ ഗുണത്തിന് വേണ്ടിയേ ഞാൻ ഇതുവരെ എന്തും ചെയ്തിട്ടുള്ളൂ. ഇതും അതിനുവേണ്ടി തന്നെ. ശരി എന്റെ ഭാഗത്താണെന്ന് ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ആരെയും പേടിയില്ല എനിക്ക്. സേതുലക്ഷ്മി പക്വതയും അറിവും ഒക്കെയുള്ള ആളല്ലേ? മീര എന്തെങ്കിലും മോശമായി സംസാരിച്ചെന്ന് വെച്ച് ആ ദേഷ്യം എന്തിനാ ഞങ്ങളോടും ആഹാരത്തോടൊക്കെ കാണിക്കുന്നേ? പ്ലീസ് മുത്തശ്ശി, അക്കിൻ പിന്നെയും പറഞ്ഞു മുത്തശ്ശിക്ക് സമയത്തിന് ആഹാരം കൊടുത്തേ പറ്റൂന്ന്. ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതെ സേതുലക്ഷ്മി അമ്മേ, മീര മോശമായി പെരുമാറിയതിന്റെ ശിക്ഷ ഞങ്ങൾ ഏറ്റോളാം. സ്വന്തം ശരീരത്തെ ദയവായി ശിക്ഷിക്കരുത്. ദാ ഈ പാലെങ്കിലും കുടിച്ചാട്ടെ. പാല് കുടിച്ചിട്ട് കുറച്ചു നേരം റൂമിൽ പോയി കിടന്ന ഒരു സമാധാനം കിട്ടും. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ വേണ്ടി പെട്ടിയെടുത്തോണ്ട് നിൽക്കുമ്പോഴാണോ ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറയുന്നേ? മീറ്റിംഗ് പാതി വഴി നിർത്തിയിട്ടേ വന്നേ. അത്യാവശ്യമാണെന്ന് അഖിൻ പറഞ്ഞു. ഓ, നീ അത്രേ പറഞ്ഞുള്ളൂ? ഒരുത്തി എന്നെ ചവിട്ടി അരച്ച് അപമാനിച്ച കാര്യം പറഞ്ഞില്ലേ? മുത്തശ്ശി, മീരെന്തോ പറഞ്ഞു എന്ന് വെച്ച് മറ്റുള്ളവരോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനാ? എന്നെ അപമാനിച്ചത് ഞാൻ പിന്നെ ആരോട് പറയും? മലേഷ്യയിലുള്ള എന്റെ മാനേജരോടോ? അവളെന്താ പറഞ്ഞത്? ഇനി പറയാൻ ബാക്കി എന്തുണ്ടെന്ന് ചോദിക്ക്. എനിക്കും എന്റെ കുടുംബത്തിനും എന്ത് അന്തസ്സാ ഉള്ളത്? നിങ്ങളൊക്കെ മലേഷ്യയിൽ കൂലിപ്പണിയാണോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? കുറെ ആഭരണം എടുത്തിട്ട് പട്ടുസാരിയും ചുറ്റി വരുന്നവരൊക്കെ കോടീശ്വരിയാണെന്ന് വിശ്വസിക്കാൻ വിഡ്ഢികളല്ല ഞങ്ങൾ. അയ്യോ, അതൊക്കെ ഓർക്കുമ്പോ എന്റെ തല കറങ്ങുന്നു. മുത്തശ്ശി അവിടെ ഇരിക്കെ. ഇങ്ങനെ ശോഭിച്ച പ്രഷർ കയറി എന്തെങ്കിലും സംഭവിക്കും. ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാ? നീ പോയി പെട്ടികൾ എടുത്തോണ്ട് വാ. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. ഈ വീട്ടിലെ ബന്ധം നമുക്ക് വേണ്ട. സേതുലക്ഷ്മി അമ്മ, ഒരു മിനിറ്റ്. ആ നശിച്ചവളെ ഈ വീടും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. അവരുടെ പേരും പറഞ്ഞ് ഈ കല്യാണം വേണ്ടെന്ന് മാത്രം പറയരുത്. നിങ്ങളുടെ മോളെ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങളല്ലേ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്നിട്ട്
അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ സകല വൃത്തികേടുകളും കേട്ടു നിൽക്കേണ്ടി വന്നില്ല എനിക്ക്. ഈ വയസ്സിനിടയ്ക്ക് ഇങ്ങനെ ഒരു അപമാനം നേരിടേണ്ടി വന്നിട്ടില്ല എനിക്ക്. ഇത്ര നേരം ഞാൻ ഇവിടെ കാത്തിരുന്നിട്ടും അവളെ വിളിച്ചു വരുത്തി അവളുടെ മുഖത്ത് നോക്കി ഒന്ന് കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടായോ? അതിന്റെ അർത്ഥം എന്താ? അവള് പറഞ്ഞതിനെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ലേ? അയ്യോ, അങ്ങനൊന്നും ചിന്തിക്കില്ല സേതുലക്ഷ്മി അമ്മ. ദേവേട്ടൻ വരാൻ വേണ്ടി കാത്തതാ ഞങ്ങള്. സേതുലക്ഷ്മി അമ്മ പറഞ്ഞാൽ മതി അവളെ എന്ത് ചെയ്യണമെന്ന്. ഞാനത് ചെയ്ത് കാണിക്കാം. മുത്തശ്ശി, മീര ഇത്രയേറെ അപമാനിച്ചത് എങ്ങനെയാണെന്ന് പറയും. എന്നാലല്ലേ സാറിനൊരു ക്ലിയർ പിക്ചർ കിട്ടും. എന്നെ കൊണ്ട് പിന്നെ പിന്നെ അത് പറയിക്കണോ? പറയാം. ആ അപമാനം ഒരിക്കൽ കൂടി ഞാൻ അനുഭവിക്കാം. വിരുന്ന് വന്നവര് അവനവന്റെ കാര്യം നോക്കിയാ മതി. ഞങ്ങളെ നിങ്ങൾക്കറിയാം, നിങ്ങളെ ഞങ്ങൾക്കറിയില്ല. ഇങ്ങനെ അപമാനിക്കാനാണോ എന്നെ മലേഷ്യയിൽ നിന്ന് വിളിച്ചു വരുത്തിയത്? ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കണോ? നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ പെട്ടി എടുത്തോണ്ട് വരാൻ? നിക്ക്. സേതുലക്ഷ്മി അമ്മയ്ക്ക് പറ്റിയ അപമാനത്തിന് തക്കതായ പരിഹാരം ഞാൻ ചെയ്യാം. എമിനെ, അവളോട് വരാൻ പറ. പറഞ്ഞു കേട്ടില്ലേ? കേട്ടു. പ്രീതി, മീരയോടും ഗൗതമിനോടും വരാൻ പറയാം. നീ കേട്ടില്ല അപ്പുറത്ത് ബഹളം? ദേവൻ സാറിനെ അവർ വിളിച്ചു വരുത്തിയെന്നാ തോന്നുന്നത്. ആയിരിക്കും. അച്ഛൻ വന്നു കയറിയപ്പോ ഒന്നുകൂടി വീര്യം കൂടി കാണും. കാരണം അത്രയേറെ താണ് വണങ്ങിയ അച്ഛൻ അവരുടെ മുന്നിൽ നിൽക്കുന്നെ. അത് കാണുമ്പോഴാ എനിക്ക് ആ തള്ളയോട് കൂടുതൽ കലി. ഇതിപ്പോ ഇലയും ഉള്ളു പരസ്പരം വീണാലുള്ള അവസ്ഥ പറഞ്ഞതുപോലെ നടക്കും മീര. കേട് ഇലയ്ക്ക് തന്നെ. അതിന്റെ തലവരെയാണല്ലോ. ഗൗതമിനോട് നടന്നതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. അതിന്റെയൊക്കെ ആകത്തുക ഒന്നേ ഉള്ളൂ. മലേഷ്യയിലെ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം. എനിക്കോ അച്ഛനോ ഇല്ലാത്ത ആഗ്രഹം എന്തിനാ ചേച്ചിക്ക്? അക്കിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഞാനല്ലേ, ചേച്ചിയല്ലല്ലോ. അച്ഛൻ വാർണിംഗ് തന്നല്ലേ എന്റെ കല്യാണ കാര്യത്തില് ചേച്ചി ഇടപെടാൻ പാടില്ലെന്ന്. പ്രീതി, മീര അങ്ങനെ ഇടപെട്ട് സംസാരിച്ചൊന്നുമല്ല. ഞങ്ങൾ ഈ ഔട്ട് ഹൗസിൽ താമസിക്കുന്നത് അവരുടെ അന്തസ്സിന് ചേർന്നല്ലെന്നും അവരുടെ മുന്നിൽ നിൽക്കാതെ വല്ല ചേരിയിലും പോയി താമസിക്കുന്ന അത് പറഞ്ഞത് പ്രീതിയോടായിരുന്നെങ്കിൽ പ്രീതി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. പകരം മീര വളരെ സൗമ്യമായിട്ടാ പറഞ്ഞത്. നിങ്ങളുടെ അന്തസ് എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലെന്ന്. മലേഷ്യയിലെ കാര്യങ്ങൾ പറഞ്ഞെന്നാ ഞങ്ങൾക്കും അതിന്റെ പേരിൽ അഭിമാനിക്കാലോ എന്ന് എന്നേ മീര പറഞ്ഞിട്ടുള്ളൂ. ഭാര്യയെ സപ്പോർട്ട് ചെയ്തല്ലേ ഗൗതം സംസാരിക്കൂ. മുത്തശ്ശി ചേരിയിൽ പോയി താമസിക്കാൻ പറഞ്ഞതിന് ഗൗതമായിരുന്നില്ലേ ഉത്തരം പറയേണ്ടിയിരുന്നത്? അതിന് ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ആ, അപ്പൊ അതാണ് കാര്യം. ചേച്ചി പറഞ്ഞത് അതേപടി വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞാൻ കള്ളം പറഞ്ഞെന്നാണോ നീ പറയുന്നേ? സത്യാണെന്നും തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ. അച്ഛന്റെ 1 കോടി കട്ടത് അക്കിനാണെന്ന് ചേച്ചി പറഞ്ഞത്. അതുകൊണ്ട് സത്യവും കള്ളമൊക്കെ ഇവിടുന്ന് വേർതിരിക്കാൻ നിൽക്കണ്ട. അച്ഛന്റെ മുന്നിൽ വെച്ച് മതി. രണ്ടാളോടും ഇപ്പൊ തന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അച്ഛൻ. അച്ഛൻ വേർതിരിച്ചോളും നെല്ലും പതിരും ഒക്കെ.
ആകെ പ്രശ്നമല്ലോ മോളെ. ദേഷ്യം വന്ന തല്ലാനും സാറ് മടിക്കില്ല. തല്ലിക്കോട്ടെ, എന്റെ അച്ഛനല്ലേ, അതിന് അവകാശമുണ്ട്. പക്ഷെ എന്റെ നിലപാട് മാറ്റാൻ ഞാൻ തയ്യാറല്ല. പ്രീതിയുടെ കല്യാണം നടത്തും മുമ്പ് അഖിലിനെ പറ്റി അറിഞ്ഞിരിക്കണം, കുടുംബത്തെ പറ്റിയും അറിഞ്ഞിരിക്കണം. എന്റെ ഈ ആവശ്യത്തിൽ എന്താ ഒരു തെറ്റ്? ഇതൊന്നും അന്വേഷിക്കാതെ അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതല്ലേ തെറ്റ്? അച്ഛ, അവര് വന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ആരാണെന്നറിയോ നിനക്ക്? എന്റെ ബന്ധു, ഈ വീട്ടിലേക്ക് എത്തുന്ന എന്റെ മരുമകന്റെ മുത്തശ്ശി. എനിക്ക് ഈ സൊസൈറ്റിയിലുള്ള അതേ സ്റ്റാറ്റസ് ഇവർക്കുമുണ്ട്. അങ്ങനെയുള്ള ഇവരെ അപമാനിക്കാൻ നിനക്ക് എവിടെ കിട്ടിയ ധൈര്യം? ഈ വീട്ടിൽ എനിക്കുള്ള എല്ലാ അധികാരങ്ങളും സേതുലക്ഷ്മി അമ്മയ്ക്കുണ്ട്. എന്നിട്ടും മനഃപൂർവ്വം ഞാൻ ക്ഷണിച്ചു വരുത്തിയവരെ നീ അപമാനിച്ചു, ആക്ഷേപിച്ചു. ഞാൻ എത്രത്തോളം ഇവരെ ബഹുമാനിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവിടെ മുഖത്ത് നോക്കി നീ ചീത്ത വിളിച്ചല്ലേ? എത്രത്തോളം അഹങ്കാരിയ നീ! സർ, മീര മോശമായിട്ട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. ഇവരാണ് അങ്ങോട്ട് വന്ന് മീരയോട് സംസാരിച്ചത്. മിണ്ടിപ്പോരുത്. നിന്റെ ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി. അപ്പോ എന്റെ ഭാഗം എന്താണെന്ന് പറയാൻ എനിക്കൊരു അവകാശവും ഇല്ലേ? പ്രീതി എന്റെ അനിയത്തിയ. അവൾക്കൊരു കല്യാണം ഉറപ്പിച്ച വരന്റെ ജോലി എന്താണെന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ലേ? കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കാനുള്ള അർഹതയും എനിക്കില്ലേ? അല്ല, അത് ഇവരോട് ചോദിക്കാൻ നിനക്കെന്താ അധികാരം? ആരും നിനക്ക് അധികാരം? ഞാനുമായിട്ടോ ഈ വീടുമായിട്ടോ നിനക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെങ്ങനെ പ്രീതി നിന്റെ അനിയത്തിയാവും? നീ ഭൂമി കണ്ടപ്പോഴേ നിന്നെ എന്റെ മനസ്സിൽ നീ പുറത്താക്കിയതാ. അഗൻ, ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല. അച്ഛനാരാ മോളാരാന്നൊക്കെ ഇവര് തമ്മിൽ തല്ലുകൂടി ഒരു തീരുമാനത്തിലെത്തട്ടെ. അത് നോക്കി നമ്മളെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ആ, നീ പോയി പെട്ടി എടുത്തിട്ട് വാ. സേതുലക്ഷ്മി അമ്മേ, പ്ലീസ്. ഇവള് മാപ്പ് പറയും. പറഞ്ഞതെല്ലാം പിൻവലിച്ച് ഇവള് മാപ്പ് പറഞ്ഞിരിക്കും. എന്റെ കാല് പിടിച്ചു മാപ്പ് പറയണം. എന്നാലേ എനിക്ക് ക്ഷമിക്കാൻ പറ്റൂ. ഇവരെ വേദനിപ്പിച്ചതിന് നീ കാല് പിടിച്ച് മാപ്പ് പറ. ഇവരെ അപമാനിച്ചത് എന്നെ അപമാനിച്ചത് തുല്യോ? പറഞ്ഞു കേട്ടില്ലേ? കാല് പിടിച്ച് മാപ്പ് പറയാൻ. ദേവാ, നീ എന്തൊക്കെയാ പറയുന്നേ? അമ്മ ഇതിൽ ഇടപെടണ്ട. അവള് ചെയ്ത തെറ്റിന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞേ പറ്റൂ.
ഇതെന്റെ വീടാ. എന്റെ വീട്ടിൽ വന്ന് ഒരാളെ അപമാനിച്ച ഞാൻ മിണ്ടാതിരിക്കുന്നു കരുതിയോ? അതിനുള്ള ശിക്ഷയായത്. കാല് പിടിച്ച് മാപ്പ് പറയാൻ പറഞ്ഞ അനുസരിക്കേ. കാല് പിടിച്ച് ചെയ്ത തെറ്റിന് മാപ്പ് പറ. അനുസരിക്കാം, എന്റെ അച്ഛന് വേണ്ടി. കണ്ടില്ലേ എത്രമാത്രം അഹങ്കാരി എവളെന്ന്? ഇപ്പൊ നേരിട്ട് കണ്ടല്ലോ. അഹങ്കാരമല്ല, അഭിമാനമാ. അതാ എനിക്കുള്ളത്. അച്ഛനും പ്രീതിക്കും വേണ്ടി മാപ്പ് പറയാൻ ഞാൻ തയ്യാറായതാ. പക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കിയപ്പോ ഞാൻ ആ തീരുമാനം മാറ്റി. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ തലയില് കുറ്റമെടുത്തിട്ട നിങ്ങളോട് ഞാൻ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. ധിക്കാരം പറയുന്നു. ധിക്കാരമല്ല, ഞാൻ മാപ്പ് പറഞ്ഞ ഈ വീട്ടുകാര് മുഴുവൻ മാപ്പ് പറഞ്ഞതുപോലെ ആവും. എന്റെ അച്ഛനടക്കം. അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിന് മാപ്പ് പറയുന്നത് അപമാനമാണ്. ആ അപമാനം എന്റെ അച്ഛന്റെ തലയിൽ വീഴാൻ പാടില്ല. സമൂഹത്തിൽ ഒരുപാട് നിലയും വിലയുള്ള എന്റെ അച്ഛൻ ചെയ്യാത്ത തെറ്റിന് ആരുടെയും കാല് പിടിക്കില്ല. ആ ചോര തന്നെയാ ഞാനും. പറഞ്ഞതനുസരിക്കാത്തതിന് എന്നോട് ക്ഷമിക്കണം. ഈ വീടിന്റെ മാനം കാക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. വാ ഗൗതം. ആഹാ, എന്തൊരനുസരണം. ഇനി എന്താ മിസ്റ്റർ മഹാദേവന് പറയാനുള്ളത്? അച്ഛനല്ല, ദൈവമായാലും ശരി എന്നെ നിയന്ത്രിക്കാൻ വരണ്ട എന്ന് വെല്ലുവിളിച്ചുകൊണ്ടുള്ള പോക്ക ഇപ്പൊ കണ്ടത്. ഇനിയിപ്പൊ ഞാൻ അങ്ങോട്ട് എന്ന് അവളുടെ കാല് പിടിക്കാം. അതായിരിക്കും നല്ലത്. പ്ലീസ് അങ്ങനെയൊന്നും പറയരുതേ. എങ്കിൽ മിസ്റ്റർ ദേവന്റെ തീരുമാനം എന്താണെന്ന് പറയാ. നിങ്ങൾക്ക് പറ്റിയ അപമാനം എനിക്ക് തന്നെയാ സംഭവിച്ചേ. അതിനുവേണ്ടി
ഞാൻ കാലി പിടിച്ച് മാപ്പ് പറയാം. ഏയ് അതൊന്നും വേണ്ട മിസ്റ്റർ മഹാദേവൻ. നിങ്ങളൊരു ജെന്റിൽമാൻ ആണ്. അവള് ചെയ്ത തെറ്റ് അവളുടേത് മാത്രമാ. അഭിമാനത്തിന്റെ കാര്യത്തിൽ ഞാനും നിങ്ങളും ഒക്കെ തുല്യരാ. അവള് തെറ്റ് സമ്മതിച്ചല്ലോ, അത് മതി എനിക്ക്. അല്ല, സേതുലക്ഷ്മി അമ്മ ഈ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞതോ? ആ ഛേ, അതൊക്കെ ഞാൻ BP കയറിയപ്പോ വെറുതെ അങ്ങ് പറഞ്ഞു പോയതല്ലേ. ഇവന് പ്രീതി ഒത്തിരി ഇഷ്ടമാണ്. ഇവരെ തമ്മിൽ വേർതിരിക്കാൻ മാത്രം ഹൃദയമില്ലാത്തവളൊന്നും അല്ല ഞാൻ. നിശ്ചയവും കല്യാണവും ഒക്കെ മിസ്റ്റർ മഹാദേവൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കട്ടെ. ഒരുപാട് ടെൻഷനിലായി പോയി ഞാൻ. അവളുടെ കാര്യമൊക്കെ ഞാനങ്ങ് മറന്നേക്കാം. നിങ്ങളും അവളെ അങ്ങ് മറക്ക്. നിശ്ചയത്തിനുള്ള ഏർപ്പാടുകൾ നടക്കട്ടെ. താങ്ക്സ്. Hmm.